ഇവിടെ ഈ ചെക്കന് ഇന്ന് മാത്സ് എക്സാം ആണ്. ചെക്കന്റെ കൂടെ വെറും 2 ഇഞ്ച് മാത്രം ഹൈറ്റ് ഉള്ള വേറെ പൊടിയും ചെക്കനും ഉണ്ടാകുന്നാൽ പഠിപ്പിക്കുകയാണ്. ആ പൊടിയനാണെങ്കിൽ ഈ ചെക്കന് വേണ്ടി നോക്കി എക്സാമിന് മൊത്തം ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെക്കനാണെങ്കിൽ ഇപ്രാവശ്യം നല്ല മാർക്ക് എടുക്കുകയാണ്. പക്ഷെ എപ്പോഴും നല്ല മാർക്ക് എടുക്കണമെന്നാണെങ്കിൽ ഇപ്രാവശ്യം കുറവ് മാർക്ക് കിട്ടും. ഈ കുറവ് മാർക്ക് കിട്ടിയ ചെക്കൻ നേരെ പോയി ടീച്ചേഴ്സിന്റെ അടുത്ത് ഇവന്റെ കള്ളത്തരം ചെയ്തിട്ട് നല്ല മാർക്ക് കിട്ടിയത് ഒന്നും കൂടെ എക്സാം വയ്ക്കും പറഞ്ഞതും ടീച്ചേഴ്സും അവൻ ഒറ്റയ്ക്ക് ഇരുത്തി നേരെ നോക്കി അവൻ എപ്പോഴും നോക്കി സർവൈലൻസ് ചെയ്ത് നോക്കി അവിടെ എക്സാം നടത്തുകയാണ്. ആ സമയം നോക്കി ഫീമെയിൽ ടീച്ചർ ആണെങ്കിൽ നേരെ നോക്കി അവൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴേ എന്തോ കള്ളത്തരം ചെയ്തു. ഇപ്രാവശ്യം നോക്കി അവൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്രാവശ്യം നോക്കി അവൻ മാർക്ക് കുറവായിട്ട് കിട്ടും പറഞ്ഞ സാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് നോക്കി എക്സാം കഴിയുകയാണ്. ഫിനിഷ് ചെയ്തും പറഞ്ഞു അവിടെ നോക്കി ടീച്ചർ എടുത്ത് വായിക്കുമ്പോൾ എല്ലാം നോക്കി ശരിയായ മാർക്ക്. അതേ സമയത്ത് നോക്കി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വേണം വെച്ചിട്ട് പുതിയതായിട്ട് കൊടുക്കുകയാണ് ടഫ് ആയിട്ടുള്ളത്. ആ സമയം നോക്കി ആ ചെറിയ ചെക്കനാണെങ്കിൽ നോക്കി ഇവർക്ക് വേണ്ടി എല്ലാം പറഞ്ഞു കൊടുത്തതും ഇവൻ നോക്കി കറക്റ്റ് ആൻസർ ചെയ്യുകയാണ്. പക്ഷേ ഈ ടീച്ചർക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത പേപ്പർ കൊടുക്കുന്നത് അതും കംപ്ലീറ്റ് ആക്കും. അങ്ങനെ പറഞ്ഞ അടുത്ത പേപ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവെല്ലാം നോക്കി കംപ്ലീറ്റ് ആക്കി കൊടുക്കുകയാണ്. ടീച്ചർക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് നോക്കി എവിടെയാണെങ്കിൽ ടീച്ചർ നോക്കി ഫൈനലായിട്ട് പുതിയ ടീച്ചറിന് നോക്കി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണ്. അവിടെ നോക്കി ടീച്ചർ ആണെങ്കിൽ ബോർഡിൽ എഴുതിയതിനു ശേഷം എന്നിട്ട് ശരിയാക്കാൻ പറയുമ്പോൾ ഇവൻ നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ദിവസം തൊട്ട് അവനാണ് നോക്കി ആ സ്കൂളിൽ തന്നെ ടോപ്പർ. നിങ്ങളിൽ ആർക്കായിരിക്കും ആ 2 സെക്കൻഡ് ആവശ്യപ്പെടുക?